ഷാജി ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ളയാളാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ്. ഇത് നേരത്തെ AK ബാലൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര മന്ത്രി പദവി ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്ന്. അതുപോലെ ആയിപ്പോയി. ഒരിക്കലും ഇല്ല. ഞാൻ ഇവിടെ ഇത് നമ്മളെല്ലാവരും കേട്ടില്ല, നിങ്ങളും ഞാനും കേട്ട ഒരു ഇതാണ് അത്. അങ്ങനത്തെ ഒരാൾ കാൻഡിഡേറ്റ് പാനലിൽ വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കൂടുതൽ മതവൽക്കരിക്കലാണ്. അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി അജണ്ടയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട കോൺഗ്രസ് നടപ്പിലാക്കി. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി സ്ഥാനാർത്ഥി നിർണയത്തിൽ. അപ്പോൾ ഇത്തവണയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിലാണ് UDF. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ആരോപണം ഉന്നയിച്ചതാണ് LDF. പക്ഷെ അത് വിജയിച്ചില്ല ആരോപണം. ഒരു സംശയമില്ല. ഞങ്ങളൊരു ആരോപണത്തിന് വോട്ട് കിട്ടിയില്ല, വസ്തുതയാണ്. വസ്തുത നമുക്ക് വോട്ട് മാത്രം നോക്കി പറയേണ്ടതല്ല. വർഗീയതയോട് നമ്മൾ നിലപാടെടുക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയോട് നമ്മൾ നിലപാടെടുക്കുമ്പോൾ എത്ര വോട്ട് കിട്ടും, എത്ര വോട്ട് കിട്ടില്ല എന്ന് നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കുക. RSSനോട് നിലപാട് എടുക്കുമ്പോൾ നമുക്ക് എത്ര വോട്ട് കിട്ടും, എത്ര സീറ്റ് കിട്ടും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചല്ലോ. കോൺഗ്രസിനെ പിന്തുണച്ചു മൻമോഹൻ സിംഗിനെ. ഞങ്ങൾക്ക് വലിയ നഷ്ടക്കച്ചവടമാണ് ശരിക്കും. പക്ഷേ രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ UDFന്റെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചുള്ള ആ നിലപാടിനെതിരെ LDF അതിശക്തമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു പറയും ഇല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ LDFന് രാഷ്ട്രീയ കാര്യങ്ങളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരേ ഒരു രാഷ്ട്രീയ നിലപാടില്ല. നമ്മുടെ പാർട്ടി ഇപ്പോൾ ഞങ്ങളെ CPMനാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വിധേയമായതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് നയം. അതങ്ങനെ തന്നെ. പക്ഷേ ആ സമയം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. PDPയുടെ പിന്തുണ ആർക്കാണ് ഇവിടെ? PDP LDFനും കൊണ്ട് പിന്തുണ നൽകുന്നുണ്ട്, LDFന് പിന്തുണ നൽകുന്നുണ്ട്. നിങ്ങളെ ഈ മെയിൻ സ്ട്രീമിനെ കുറിച്ച് സംസാരിക്കും. PDP എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പാവം അതിനെ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഏതോ തീവ്ര അനുയായി. അതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിങ്ങൾ ഒരു പത്രപ്രവർത്തനല്ലേ, നിങ്ങളൊരു ന്യൂനപക്ഷം അതൊക്കെ നമുക്ക് നിൽക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ പിന്നെ ലീഗ് ഇതൊക്കെ പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ആൾക്കാരാണ്. ഇപ്പോൾ PDP എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അവർ വഹിക്കുന്ന പങ്കെന്താ?